ഇപ്പോൾ ജോൺസിന വില്ലനും റാൻഡി ഹീറോയുമാണല്ലേ? എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2009 ഇവർ രണ്ടുപേരും തമ്മിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വില്ലനായിട്ടുണ്ടായിരുന്നത് ജോൺസിന ആയിരുന്നില്ല. WWE കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച വില്ലന്മാരിൽ ഒരാളായിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഏറ്റവും മികച്ച വില്ലൻ എന്ന് പറയാൻ പറ്റുന്ന ബാൾഡ് റാൻഡി ഓർട്ടൺ, അതായത് മൊട്ടയടിച്ച റാൻഡി ആയിരുന്നു. ഇപ്പോൾ റാൻഡി ഓർട്ടൺ തൻ്റെ കരിയറിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് 2009-10 കാലഘട്ടങ്ങളിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ എപ്പിക് ക്യാരക്ടറുമായിട്ടായിരുന്നു. അപ്പോൾ അന്ന് ജോൺസിനെതിരെ റാൻഡി ഓർട്ടൺ മത്സരിച്ചിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ്, ഇവർ തമ്മിലുള്ള ഫ്യൂഡ് എങ്ങനെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്, 2009 സമ്മർ സ്ലാമിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. ഈ കഥ നടക്കുന്ന 2009 സമയത്ത് WWE ചാമ്പ്യനായിട്ട്, വേൾഡ് ചാമ്പ്യനായിട്ട് നിൽക്കുന്നത് റാൻഡി ഓർട്ടൺ ആണ്. അപ്പോൾ റാൻഡിക്ക് സമ്മർ സ്ലാമിലേക്ക് ഒരു എതിരാളിയെ വേണം. അതിനു വേണ്ടിയിട്ട് WWE കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ഒരു തന്ത്രം തന്നെയായിരുന്നു ബീറ്റ് ദ ക്ലോക്ക് ചലഞ്ച്. അതായത് കുറച്ച് മത്സരങ്ങൾ നടക്കട്ടെ, അതിൽ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും സ്പീഡായിട്ട് ആരെയാണോ തോൽപ്പിക്കുന്നത് ആ വിജയിക്കുന്ന ആളായിരിക്കും റാൻഡിക്കെതിരെ സമ്മർ സ്ലാമിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ആദ്യത്തെ മത്സരം മാർക്ക് ഹെൻറി വേഴ്സസ് കാർലിറ്റോ തമ്മിലുണ്ടായിരുന്ന മത്സരമായിരുന്നു. വെറും 6 മിനിറ്റും 49 സെക്കൻഡുകളും എടുത്തുകൊണ്ടായിരുന്നു മാർക്ക് ഹെൻറി ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത് MVP, ജാക്ക് സ്വാഗർ, ട്രിപ്പിൾ എച്ച് എന്നിവർ 3 പേരും കൂടിയുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. പക്ഷേ അവർക്ക് ആർക്കും തന്നെ ആ ഒരു ടൈമിനെ മറികടക്കാൻ കഴിഞ്ഞില്ല. അതായത് 6 മിനിറ്റും 49 സെക്കൻഡിന് മുൻപേ അവർക്ക് ആ ഒരു മാച്ചിൽ വിജയിക്കാനായില്ല. അടുത്തതായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന മത്സരം ജോൺ സീന വേഴ്സസ് മിസ് തമ്മിലുണ്ടായിരുന്ന ഒരു മത്സരം തന്നെയായിരുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള മത്സരം തുടങ്ങി. എങ്ങനെയൊക്കെ ഈ ഒരു മാച്ചിന്റെ സമയം വൈകിപ്പിക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു മിസ് നോക്കിയിട്ടുണ്ടായിരുന്നത്. മിസ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതും ജോൺസിനെ പെട്ടെന്ന് തന്നെ പുറകിൽ നിന്നും തല്ലിയിട്ട് കൗണ്ട് ഔട്ടിലൂടെ വിജയിക്കാൻ വേണ്ടി നോക്കുന്നതും, റിങ്ങിന് പുറത്തേക്ക് ഇറങ്ങി 10 കൗണ്ട് ആവുന്നതിന് തൊട്ടു മുൻപേ തന്നെ വീണ്ടും ഓടി കയറുന്നതും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മിസ് അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തു പറയാൻ, 2 മിനിറ്റും കുറച്ച് സമയം കൂടി ബാക്കിയുണ്ടായിരുന്ന സമയത്ത് ജോൺസിന് അദ്ദേഹത്തിന്റെ STF മൂവ് ചെയ്തുകൊണ്ട് മിസിനെ തോൽപ്പിച്ച് ആ ഒരു മാച്ചിൽ വിജയിക്കുകയുണ്ടായി. അങ്ങനെ സമ്മർ സ്ലാം 2009 ജോൺസിന വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള ഒരു മാച്ച് നടക്കുമെന്നുള്ളത് WWE തന്നെ കൺഫേം ചെയ്തു. തൊട്ടടുത്ത ദിവസം നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ ജോൺസിന റിങ്ങിലേക്ക് വന്നു. 2 സെലിബ്രിറ്റി ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഈ സെലിബ്രിറ്റി ഗസ്റ്റുകൾക്ക് എന്ത് മാച്ചുകൾ വേണമെങ്കിലും ബുക്ക് ചെയ്യാമെന്നുള്ളതായിരുന്നു ആ സമയത്ത് WWE പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്നത്തെ അവർ 2 പേരും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുണ്ടായിരുന്ന മിസ് വേഴ്സസ് ജോൺസിന തമ്മിലുള്ള മാച്ച് അത്ര നല്ലതായി തോന്നിയില്ല. കാരണം ആ ഒരു മാച്ചിൽ മിസ് ഓടിക്കളിക്കുന്നതായിട്ട് പേടിച്ചോടുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് ഇവർ തമ്മിലുള്ള ഒരു റീമാച്ച് നമ്മൾ കൺഫേം ആക്കിയാലോ? ആ ഒരു റീമാച്ച് വെറും ഒരു മാച്ചല്ല, ഒരു ലംബർ ജാക്ക് മാച്ച് ആയിരിക്കും. അതായത് റിങ്ങിന് പുറത്ത് WWE സൂപ്പർ താരങ്ങളുണ്ടായിരിക്കും. മിസിന് ഒരിക്കലും ഓടിപ്പോകാൻ കഴിയില്ല. ആ തരത്തിലുള്ളൊരു മാച്ച് WWE കൺഫേം ചെയ്യട്ടെ എന്നുള്ളത് സെലിബ്രിറ്റി ഗസ്റ്റുകൾ ചോദിക്കുകയുണ്ടായി. ജോൺസിന് അത് ശരിവെക്കുകയുണ്ടായി. ആ ഒരു മാച്ചിന് തന്നെ കുറച്ച് കണ്ടീഷൻസ് മിസിന്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മിസ് വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സമ്മർ സ്ലാമിൽ റാൻഡിക്കെതിരെ മിസിന് മത്സരിക്കാം. മറിച്ച് മിസ് തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ സമ്മർ സ്ലാമിൽ മത്സരിക്കാൻ കഴിയില്ല, സമ്മർ സ്ലാം നടക്കുന്ന സ്ഥലത്ത് മത്സരിക്കാൻ കഴിയില്ല, റോ എപ്പിസോഡിൽ മത്സരിക്കാൻ കഴിയില്ല, മിസ് സ്മാക്ഡൗണിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതും പറയുകയുണ്ടായി. മിസ് അതിനെല്ലാം തന്നെ സമ്മതിച്ചിട്ടായിരുന്നു ആ ഒരു മാച്ചിലേക്ക് ഓക്കെ പറഞ്ഞത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ഈ സെലിബ്രിറ്റീസിന്റെ അടുത്തേക്ക് റാൻഡി വരികയുണ്ടായി. റാൻഡിയുടെ അടുത്ത് സെലിബ്രിറ്റീസ് കോമഡി എല്ലാം തന്നെ പറഞ്ഞപ്പോൾ റാൻഡിയുടെ വായിലിരിക്കുന്ന മുഴുവൻ തെറിയും ആ 2 പേരും കേൾക്കുകയുണ്ടായി. 2 പേരെയും പേടിപ്പിച്ചുകൊണ്ടായിരുന്നു റാൻഡി അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സീന വേഴ്സസ് മിസ് തമ്മിലുള്ള ലംബർ ജാക്ക് മത്സരം തുടങ്ങുകയുണ്ടായി. ഈ മത്സരത്തിൽ ലംബർ ജാക്കുകളായിട്ട് WWE ചാമ്പ്യനായിട്ടുള്ള റാൻഡി ഓർട്ടണും അദ്ദേഹത്തിന്റെ അപ്പോഴുള്ള ടീമിലെ ലെഗസി ടീമിലെ മെമ്പേഴ്സായിട്ടുള്ള കോഡി റോഡ്സും ടെഡ് ഡിബിയാസിയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം സീനയെ റാൻഡിയുടെ അടുത്തേക്ക് ഇടുമ്പോൾ റാൻഡി അവിടെ നിന്നും ചവിട്ടിക്കൂട്ടുന്നതും വീണ്ടും റിങ്ങിലേക്ക് ഇടുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടു. പക്ഷെ അതിനെല്ലാം തന്നെ ശേഷം ഒരു ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ജോൺസിനെ തന്നെ വീണ്ടും ആ ഒരു മാച്ചിൽ വിജയിക്കുകയുണ്ടായി. ലംബർ ജാക്കുകളായിട്ട് നിൽക്കുന്നവർ എല്ലാവരും തന്നെ ജോൺസീനയുടെ ഏറ്റവും വലിയ എതിരാളികളിൽ കുറച്ച് പേർ തന്നെയായിരുന്നു. അവരുടെ കയ്യിൽ നിന്നും അറ്റാക്ക് കിട്ടുമെന്ന് വിചാരിച്ച് നിന്നിട്ടുണ്ടായിരുന്ന ജോൺസിനക്ക് അറ്റാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ വന്നിട്ടുണ്ടായിരുന്ന സെലിബ്രിറ്റീസിന്റെ കയ്യിൽ നിന്നായിരുന്നു. പക്ഷേ സീനയാണ് മുതൽ സീനക്ക് അറ്റാക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല, കൊടുക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ആ വന്നിട്ടുള്ള 2 പേരെയും അടിച്ച് തൂഫാനാക്കിയിട്ടുണ്ടായിരുന്നു ജോൺ സീന. അത് കഴിഞ്ഞതിന് ശേഷം നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ WWE ചാമ്പ്യനായിട്ടുള്ള റാൻഡി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. റാൻഡി വന്നുകൊണ്ട് കാണികളോടായിട്ട് പറയുകയുണ്ടായി, എല്ലാവരും പറയുന്നു എനിക്ക് ജോൺസിനെതിരെ മത്സരിക്കാൻ പേടിയാണ് എന്ന്, അതുകൊണ്ടാണ് ഞാൻ ആ സെലിബ്രിറ്റീസിനെ പേടിപ്പിച്ചുകൊണ്ട് സീനക്കെതിരെ തിരിയിപ്പിച്ചത് എന്ന്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഫാൻസ് പറഞ്ഞുണ്ടാക്കുന്നതാണ്, ഇങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല എന്ന് റാൻഡി പറയുകയുണ്ടായി. ഇപ്പോൾ എങ്ങനെയാണോ ജോൺസിന ഫാൻസിനെതിരെ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് റാൻഡി ആ സമയത്ത് ഫാൻസിനെതിരെ നിന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും എൻ്റെ രോമത്തിൽ പോലും തടില്ല. ഞാനിപ്പോൾ ആകെ ശ്രദ്ധിക്കുന്നത് സമ്മർ സ്ലാമിൽ ജോൺസിനെതിരെ മത്സരിക്കുക എന്നുള്ള ആ ഒരു കാര്യം മാത്രമാണ് എന്നുള്ളത് റാൻഡി പറഞ്ഞു. അങ്ങനെ എല്ലാവരും
എല്ലാവരെയും തെറി വിളിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു ജോൺ സീനയുടെ കിടിലൻ എൻട്രി അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. സീന വന്നുകൊണ്ട് നീ ഇങ്ങനെ ഓരോരുത്തരെ തോൽപ്പിക്കും, ഓരോരുത്തരെ തീർക്കും എന്നെല്ലാം തന്നെ പറഞ്ഞ് എനിക്ക് ആ കാര്യത്തോട് തന്നെ മടുപ്പായിട്ടുണ്ട്. നീ ഫാൻസിനെ അങ്ങനെ കുറ്റം പറയുന്നത് കണ്ടല്ലോ, അവരൊന്നും നിന്നെ ചെയ്യില്ല എന്നുള്ള രീതിയിലല്ലേ നീ ഈ കുറ്റങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിനക്കിനി ആരെങ്കിലും കളിയാക്കിയേ മതിയാവുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നീ എന്നെ കളിയാക്കടാ എന്നുള്ളതായിരുന്നു ജോൺ സീന അവിടെ നിന്നും റാൻഡിയെ വെല്ലുവിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നീ ഇങ്ങനെ സംസാരിച്ച് മാത്രമേ നിൽക്കുകയുള്ളൂ, അതോ നീ തല്ലാൻ വേണ്ടി വരുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് റാൻഡിയെ ചൊട്ടിപ്പിക്കാൻ വേണ്ടി സീന റാൻഡിയുടെ തല കൊണ്ട് മുട്ടി അങ്ങനെ നിൽക്കുകയുണ്ടായി. മിക്കവാറും ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു അടി പൊട്ടും എന്നുള്ള രീതിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ജെറി ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ബിഗ് ഷോയുടെയും ജെറിക്കോയുടെയും ടീം അവിടേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തെ ടാഗ് ടീം ചാമ്പ്യന്മാരായിരുന്നു ഇവർ രണ്ടുപേരും. ഇതിൽ ജെറിക്കോ വന്നുകൊണ്ട് ജോൺ സീനയെ വെല്ലുവിളിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് തമ്മിൽ ഒരു മാച്ച് മത്സരിക്കട്ടെ, ഞാൻ ഇതുവരെ നിന്നെ തോൽപ്പിച്ചിട്ടില്ല, ആ തോൽപ്പിക്കാത്ത ചരിത്രം ഇന്ന് മാറിത്തീരട്ടെ എന്നുള്ളതായിരുന്നു ജെറിക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റാൻഡി അപ്പോൾ അപ്പുറത്ത് നിന്നുകൊണ്ട് ചിരിക്കുകയുണ്ടായി. എന്നിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ മത്സരിക്കുക, നീ മത്സരിച്ച് തോറ്റു നിൽക്കുന്ന സമയത്ത് ഞാൻ വരും നിന്നെ അറ്റാക്ക് ചെയ്യാൻ എന്നുള്ള രീതിയിൽ റാൻഡി ഓർട്ടൺ സംസാരിച്ചു. പക്ഷെ അപ്പോൾ തന്നെ ബിഗ് ഷോ പറയുകയുണ്ടായി, നീ അങ്ങനെ ഒറ്റയ്ക്ക് മാറി നിൽക്കാൻ പാടില്ല, നിനക്കെതിരെ ഞാൻ ഇന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് റാൻഡി വേഴ്സസ് ബിഗ് ഷോ തമ്മിലുള്ള ഒരു മാച്ച് കൂടി അവിടെ കൺഫേം ആക്കുകയുണ്ടായി. അങ്ങനെ ആദ്യം തന്നെ നടന്നിട്ടുണ്ടായിരുന്ന മാച്ച് ബിഗ് ഷോ വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുണ്ടായിരുന്ന മാച്ചായിരുന്നു. റാൻഡി ഒരു ചോക്സ്ലാം ചെയ്തുകൊണ്ട് ബിഗ് ഷോയുടെ നോക്കൌട്ട് പഞ്ച് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് റാൻഡി റിങ്ങിൽ നിന്നും ഇറങ്ങി പോവുകയുണ്ടായി. അങ്ങനെ കൗണ്ട് ഔട്ടിലൂടെ റാൻഡി ഓർട്ടൺ തോറ്റതായിട്ട് പ്രഖ്യാപിച്ചു. റാൻഡിക്ക് തന്റെ ജീവനാണ് വരുത്, ആ മാച്ചിൽ തോറ്റു എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് വേറെ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ബിഗ് ഷോ വിജയിച്ചതായിട്ട് അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. പിന്നീട് സീന വേഴ്സസ് ക്രിസ് ജെറിക്കോ തമ്മിലുള്ള മത്സരം നടക്കുന്നതിന്റെ ഏറ്റവും അവസാനം ജെറിക്കോയെ STF എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സബ്മിഷൻ മൂവ് ചെയ്യുമ്പോൾ റാൻഡി ഓടി വന്നു ആ ഒരു മാച്ചിൽ ഇന്റർഫിയർ ചെയ്തു. ആ ഒരു മാച്ച് അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്തു. സീന റാൻഡിയെ നോക്കി നിന്നു. അതാ തിരിഞ്ഞതും ജെറിക്കോയുടെ വക കോഡ് ബ്രേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫിനിഷർ. എന്നിട്ട് റാൻഡിയും ജെറിക്കോയും കൂടി ചെറിയൊരു ഫൈറ്റ് അവിടെ നടക്കുകയുണ്ടായി. ജെറിക്കോയെ എടുത്ത് പുറത്തേക്കിട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു റാൻഡിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബിഗ് ഷോയുടെ വക ചോക്ക് സ്ലാം ആയിരുന്നു. അപ്പോൾ തന്നെ ആ ദിവസത്തെ സ്പെഷ്യൽ ഹോസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന സർജൻ സ്ലോട്ടർ വന്നുകൊണ്ട് ബിഗ് ഷോ ആൻഡ് ക്രിസ് ജെറിക്കോ രണ്ടുപേരും ടീമായിട്ട് നിൽക്കുന്നവരല്ലേ, അവർക്കെതിരെ നിങ്ങൾ ടീമായിട്ട് മത്സരിക്കൂ, ജോൺ സീന ആൻഡ് റാൻഡി ഓർട്ടൺ ടീമായിട്ട് ജെറി ഷോക്കെതിരെ മത്സരിക്കട്ടെ എന്ന് സർജൻ സ്ലോട്ടർ അനൗൺസ് ചെയ്തു. സീന അപ്പോൾ തന്നെ ജെറിക്കോയെ എടുത്ത് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. അതേ കിടക്കുന്നു റാൻഡിയുടെ വക RKO. തൊട്ടടുത്ത ആഴ്ച റാൻഡി ഓർട്ടൺ അന്നത്തെ ഗസ്റ്റ് ഹോസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ആ വ്യക്തിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് എനിക്ക് ഈ ഒരു മാച്ചിൽ പങ്കെടുക്കാൻ കഴിയില്ല, എങ്ങനെയെങ്കിലും എന്നെ ഈ ഒരു മാച്ചിൽ നിന്നും മാറ്റി തരണം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു ഗസ്റ്റ് ഹോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റാൻഡി ഇത് നിന്റെ നാടാണ്, സെന്റ് ലൂയിസ് ആണ്, ഇവിടെ ഇരിക്കുന്ന ഫാൻസ് നിന്റെ മത്സരം കാണാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ നീ അവരെ തളർത്തുകയാണോ എന്ന് ചോദിച്ചപ്പോൾ റാൻഡി പറഞ്ഞത്, എനിക്ക് ഇവരെ ഒന്നും തന്നെ ഒരു വിലയുമില്ല, ഇവർക്ക് വേണ്ടിയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇരിക്കുന്നത്, എനിക്ക് സമ്മർ സ്ലാമിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു റാൻഡി അവിടെ സംസാരിച്ചത്. എന്തായാലും ആ ഒരു മത്സരത്തിൽ നിന്നും റാൻഡിയെ മാറ്റാൻ കഴിയില്ല എന്നുള്ളത് ഗസ്റ്റ് ഹോസ്റ്റ് പറഞ്ഞതോടുകൂടി ആ ഹോസ്റ്റിനിട്ട് എന്തായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക, യെസ് RKO. അങ്ങനെ അവർ തമ്മിലുള്ള മത്സരം അവിടെ നടക്കുകയുണ്ടായി. ആ മത്സരത്തിന്റെ ഏറ്റവും അവസാനം ക്രിസ് ജെറിക്കോയെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ജോൺസിനെ തന്നെ വിജയിച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നിന്നിട്ടുണ്ടായിരുന്ന ജോൺസിനൊക്കെ കിട്ടി RKO. ഈ ഒരു മാച്ചിലും ലംബർ ജാക്കുകളായിട്ട് കുറച്ച് റെസ്ലേഴ്സ് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ റാൻഡി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴേക്കും റാൻഡി റിങ്ങിൽ നിന്നും ഓടി എൻട്രൻസ് റാമ്പിലേക്ക് പോവുകയുണ്ടായി. പിന്നീട് ആ ലംബർ ജാക്കുകളും ജെറി ഷോയും കൂടിയായിരുന്നു ഒരു ഫൈറ്റ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അവസാനം ബിഗ് ഷോയെയും കൂടി പുറത്തേക്ക് ഇട്ടുകൊണ്ട് ജോൺസിനെ തന്നെയായിരുന്നു റിങ്ങിൽ ഉയർന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി നടക്കാൻ വേണ്ടി പോകുന്നത് 2009 സമ്മർ സ്ലാം പേപ്പർ വ്യൂ ആയിരിക്കും. അങ്ങനെ 2009 സമ്മർ സ്ലാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ജോൺ സീന വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള WWE ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് ആ സമ്മർ സ്ലാമിൽ നടക്കുന്നത്. അങ്ങനെ ഇവർ തമ്മിലുള്ള മാച്ച് തുടങ്ങി രണ്ടുപേരും നല്ല കിടിലൻ പെർഫോമൻസ്, രണ്ടുപേരും ഒരു രക്ഷയുമില്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടുപേർക്കും വിജയിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു പോയിന്റ് എത്തിയ സമയത്ത് റാൻഡി ഓർട്ടൺ തന്നെ മനസ്സിലായി തനിക്കിനി വിജയിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ റാൻഡിയെ സീന തോൽപ്പിക്കുമെന്നുള്ളത്. അങ്ങനെ ആ ഒരു മാച്ചിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ റാൻഡി റഫറിയെ ഒരൊറ്റ തള്ളി തന്റെ ചാമ്പ്യൻഷിപ്പ് ബെൽറ്റും എടുത്തുകൊണ്ട് എൻട്രൻസ് റാമ്പിലേക്ക് നടന്നകന്നു പോവുകയാണ്. ആ ഒരു മാച്ച് ഡിസ്ക്വാളിഫൈ ചെയ്യുകയുണ്ടായി. ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ വിജയിച്ചിട്ടുള്ളത് ജോൺ സീനയും ഡിസ്ക്വാളിഫിക്കേഷനിലൂടെയാണ് വിജയിച്ചത് എന്നുള്ളത് കൊണ്ട് റാൻഡിയുടെ കയ്യിൽ നിന്ന് ചാമ്പ്യൻഷിപ്പ് പോയിട്ടുമില്ലായിരുന്നു. അപ്പോൾ തന്നെ അനൗൺസർ അവിടെ വന്നുകൊണ്ട് പറയുകയുണ്ടായി, വിൻസ് മക്മാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന്, ഈ ഒരു മാച്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു മാച്ചിൽ ഇനിയും റാൻഡി ഓർട്ടൺ ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ റാൻഡിയുടെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പും നഷ്ടപ്പെടുന്നതാണ് എന്നുള്ളതായിരുന്നു വിൻസ് അവിടെ നിന്നും അനൗൺസ് ചെയ്യിപ്പിച്ചത്. അങ്ങനെ വീണ്ടും മത്സരം തുടങ്ങുകയുണ്ടായി. മത്സരം തുടങ്ങിയതിനു ശേഷം സീനയെ എടുത്ത് സ്റ്റീൽ സ്റ്റെപ്പിന്റെ മുകളിലേക്ക് റാൻഡി വലിച്ചെറിഞ്ഞു. എന്നിട്ട് വീണ്ടും പിൻ ചെയ്ത് നോക്കി. സീന തോൽക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അതാ വീണ്ടും റാൻഡി
റാൻഡി തന്റെ ചാമ്പ്യൻഷിപ്പ് എടുത്തുകൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് നടന്നു പോകുന്നു. അതോടുകൂടി കൗണ്ട് ഔട്ടിലൂടെ റാൻഡി ഓർട്ടൺ തോറ്റതായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അനൗൺസർ വന്നു. ബിൻസിന്റെ അടുത്ത അനൗൺസ്മെന്റ്, കൗണ്ട് ഔട്ടിലൂടെ ഇനി മുതൽ റാൻഡി ഓർട്ടൺ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ റാൻഡിയുടെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെടുന്നതാണ് എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീണ്ടും റാൻഡി അതിലേക്ക് കയറി മാച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. സ്റ്റാർട്ട് ചെയ്ത് റാൻഡി ജോൺ സീനയെ പിൻ ചെയ്ത് തോൽപ്പിക്കുകയുണ്ടായി. പക്ഷേ ആ ഒരു പിൻ ഒരു കള്ള പിന്നായിരുന്നു. റാൻഡിയുടെ കാലുകൾ റിംഗ് റോപ്പിൽ തട്ടിവെച്ചിട്ടായിരുന്നു റാൻഡി സീനയെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റാൻഡി വിജയിച്ചതായിട്ട് അവിടെ പ്രഖ്യാപിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മറ്റൊരു റഫറി അവിടേക്ക് കടന്നു വന്നുകൊണ്ട് ഈ ഒരു മാച്ച് ഒരിക്കലും നല്ല രീതിയിലല്ല റാൻഡി ഓർട്ടൺ വിജയിച്ചിട്ടുള്ളത്, ഈ ഒരു മാച്ച് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അങ്ങനെ ആ ഒരു മാച്ച് റീസ്റ്റാർട്ട് ചെയ്തു. സീന റാൻഡിയെ STF ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഏതോ ഒരു കാണി വന്നുകൊണ്ട് റഫറിയെ എടുത്ത് അറ്റാക്ക് ചെയ്യുകയുണ്ടായി. അതോടുകൂടി മാച്ച് അവിടെ സ്റ്റക്കായി. ഇത് നോക്കി നിന്നിട്ടുണ്ടായിരുന്ന സീനയെ റാൻഡി അറ്റാക്ക് ചെയ്തു, RKO ചെയ്തു, പിൻ ചെയ്തു. റാൻഡി ഓർട്ടൺ തന്നെ ആ ഒരു മാച്ചിൽ വിജയിക്കുകയുണ്ടായി. അങ്ങനെ 2009 സമ്മർ സ്ലാമിൽ വിജയം മൊട്ട റാൻഡിയുടെ കയ്യിൽ തന്നെയായിരുന്നു. ഈ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന വ്യക്തി റാൻഡിയുടെ ടീമായിട്ടുള്ള ലെഗസി ടീമിലെ ടെഡ് ഡിബിയാസിയുടെ അനിയനായിരുന്നു എന്നുള്ളത് പിന്നീട് WWE തന്നെ അനൗൺസ് ചെയ്യുകയുണ്ടായി. ഇത്രത്തോളം ട്വിസ്റ്റുകൾ വന്നിട്ടുള്ള മാച്ചുകൾ വളരെയധികം WWE കുറവ് തന്നെയാണ്. ജോൺ സീന ആൻഡ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള മാച്ചുകളുടെയും ഫ്യൂഡുകളുടെയും ഒരു തുടക്കം മാത്രമായിരുന്നു ഇത്. ഇതിന് ശേഷം ഇഷ്ടം പോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പിന്നീട് കൊണ്ടുവരാം. അതുവരേക്കും ബൈ ഗൈസ്.